അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ എന്താ നെഗറ്റീവ് കമന്റ്സ് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ നെഗറ്റീവ് കമന്റ്സ് കിട്ടുന്നത്. ഇതിന് മുമ്പ് ഇതുപോലെ ഡയറക്റ്റ് ഒന്നും മൂത്തടിച്ചു പോലെ പറയാൻ പറ്റത്തില്ല. ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഞാനത് അവരെ മാറ്റി നിർത്തും. എൻ്റെ സ്വന്തം ബേസിക്കാണ് ഞാൻ എൻ്റെ ലൈഫ് എൻജോയ് ചെയ്യുന്നത്. ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ മെനങ്ങാന്ന് ഞാൻ അനോണിമസ് മെസ്സേജിൻ്റെ ലിങ്ക് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്നപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനോണിമസ് ആയിട്ട് മെസ്സേജ് ഇടാറുണ്ട്. ഇനി ഈ അനോണിമസ് മെസ്സേജ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുന്ന കമന്റ്സ് ആരാ അയച്ചതെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്താണോ നമ്മളോട് പറയാനുള്ളത് അതെന്താണെന്ന് വെച്ചാൽ അവരതിൽ പറയും. പക്ഷെ ആരാ നമുക്ക് അയക്കുന്നതെന്ന് നമുക്കത് അറിയാൻ പറ്റില്ല. അതാണ് അനോണിമസ് മെസ്സേജിന്റെ തീം എന്ന് പറയുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നാട്ടിൽ നിൽക്കുമ്പോൾ പോലും വരാത്ത നെഗറ്റീവ് കമന്റ്സ് ഞാനിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഈ അനോണിമസ് മെസ്സേജ് ഇട്ടതിൽ നിന്ന് എനിക്ക് കിട്ടിയത്. എന്താ നെഗറ്റീവ് കമന്റ്സ് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ നെഗറ്റീവ് കമന്റ്സ് കിട്ടുന്നത്. ഇതിനു മുമ്പ് ഞാൻ എത്ര പ്രാവശ്യം ഞാൻ അനോണിമസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് ഇമാതിരി നെഗറ്റീവ് കമന്റ്സേ വന്നിട്ടില്ല. എൻ്റെ സ്റ്റോറി കാണുന്നവർക്കറിയാം എന്താണ് എന്നുള്ളത്. പക്ഷേ എന്തൊക്കെയാ ക്യൂട്ട്നെസ് കാര്യം മെഴുകുന്നു, നീ ഓവറാ, കുറച്ച് ഒതുങ്ങ്. ആദ്യം ഫസ്റ്റ് നെഗറ്റീവ് കമന്റ് ഇട്ടപ്പം ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഇത്രമാത്രം എന്നെ ഹെയ്റ്റ് ചെയ്യുന്നത് ആരാണെന്ന് ഞാൻ വിചാരിച്ചു. ഇത് എനിക്ക് പേഴ്സണലി ഫ്രണ്ട്സിനോട് ആരെയും ഞാൻ മനസ്സുകൊണ്ട് ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. ഇനിയിപ്പൊ ഞാൻ അറിയാൻ എന്തെങ്കിലും എന്റെ വായന എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അതപ്പം തന്നെ പറയും. പിന്നെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഞാനത് അവരെ മാറ്റി നിർത്തിയ കുറച്ച് പേരൊക്കെ ഉണ്ട്, ഇല്ലാന്നില്ല. എന്നാലും അവരുടെയൊക്കെ മനസ്സിൽ പക്ഷെ ഞാൻ അതൊക്കെ മാറ്റി നിർത്തുവാണെങ്കിൽ എനിക്ക് അവരോട് ഒരു ദേഷ്യമോ ഒരു വെറുപ്പോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അതൊക്കെ അപ്പൊ തന്നെ കഴിയും. ചിലവർക്ക് നമ്മൾ വിചാരിക്കും പോലെ ആയിരിക്കുമൊന്നുമില്ലല്ലോ മറ്റുള്ളവർക്ക്. ചിലവർക്ക് അപ്പോഴും അവർക്ക് എന്നോട് ദേഷ്യവും എന്തെങ്കിലുമൊക്കെ കാണും. അതെനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങ് മാറ്റി നിർത്തിയേക്കുന്നത്. ഇപ്പോൾ ആ കൂട്ടത്തിലുള്ളവരാണോ എനിക്ക് ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് എനിക്ക് മെസ്സേജ് ഇടുന്നതെന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. സത്യം പറഞ്ഞാൽ നിങ്ങളെനിക്ക് ഫസ്റ്റ് എനിക്ക് ആദ്യത്തെ നെഗറ്റീവ് കമന്റ് എനിക്ക് വന്നപ്പോഴത്തേക്കും ചെറിയൊരു വിഷമം മനസ്സിൽ തട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന എല്ലാ മെസ്സേജും എല്ലാം നെഗറ്റീവ് കമന്റ്സാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ടാർഗറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജ് ഒക്കെയാണെന്ന്. പിന്നെ എനിക്ക് ആ ഒരു വിഷമം അങ്ങ് പോയി. നാട്ടിൽ നിന്നപ്പോൾ പോലും കിട്ടാത്ത നെഗറ്റീവ് കമന്റ്സ് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും നേടിയിട്ടുള്ളത് കൊണ്ട്, അത് അസൂയ കൊണ്ട് മാത്രം അവർ ഇടുന്നതാണ്. ഞാൻ അങ്ങനെ എടുക്കുന്നുള്ളൂ. സോ എനിക്ക് ഒരു പ്രശ്നമൊന്നുമില്ല. ഇത് കണ്ടിട്ട് ഞാൻ എൻ്റെ മെസ്സേജ് ഇതെല്ലാം സ്റ്റോറി ഇട്ട് അത് കണ്ടിട്ട് എൻ്റെ കുറേ നല്ല ഫ്രണ്ട്സ് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു, നിഷ നീ ഇതൊന്നും കണ്ടിട്ട് തളരരുത് രാമൻകുട്ടിയെന്ന്. തളരില്ല ഞാൻ ഓക്കെയാണ്. എല്ലാവരും കുറേ പേര്, ചേട്ടന്മാരും ചേച്ചിമാരും കുറേ ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. നീ ഓക്കെ അല്ലേ, ഇതൊന്നും കണ്ടിട്ട് നീ വിഷമിക്കല്ലേ, മൈൻഡ് ആക്കണ്ട, ഇതൊക്കെ അസൂയ കണ്ടിട്ട് പറയുന്നതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് എന്ന് പറയുമ്പോൾ ഒത്തിരി പേര്, എന്നെ അറിയാത്തവര് പോലും എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു ഇതെന്താ ഇത്ര ഇങ്ങനെ കമന്റ്സ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്, നീ ഇത് കണ്ടിട്ടൊന്നും പേടിക്കണ്ട, ഹാപ്പി ആയിട്ടിരിക്കുക, ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എൻ്റെ നല്ല ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിങ്ങളുടെ സൈഡിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുമെന്ന്. കാരണം വേറൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇങ്ങനെ അവർ റിയാക്ട് ചെയ്തിരുന്ന കമന്റ്സ് നീ സ്റ്റോറി ഇടുമ്പോഴത്തേക്കും നിന്റെ ഇമേജ് അല്ലേ നഷ്ടപ്പെടുന്നതെന്ന്, അതുകൊണ്ട് നീ സ്റ്റോറി ഇടാണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ എനിക്ക് പോസിറ്റീവ് കമന്റ്സ് മാത്രം എടുത്തിട്ട് സ്റ്റോറി ഇടാമായിരുന്നു. പക്ഷേ ഞാൻ വേണമെന്ന് വെച്ചിട്ട് തന്നെയാണ് ആ നെഗറ്റീവ് കമന്റ്സ് ഇട്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരോട് നിങ്ങളുടെ ഒന്നും ചെലവിലല്ല ഞാൻ ജീവിക്കുന്നത്. അതുകൂടാതെ ഞാൻ എൻ്റെ സ്വന്തം ബേസിക്കാണ് ഞാൻ എൻ്റെ ലൈഫ് എൻജോയ് ചെയ്യുന്നത്. നിങ്ങൾ ആരുടെയും ഒരു അഡ്വൈസും എനിക്ക് വേണ്ട. പിന്നെ എൻ്റെ നല്ല ഫ്രണ്ട്സിനോട് അറിയാനുള്ളത്, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിങ്ങളുടെ സൈഡിൽ ഇങ്ങനെ എനിക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്ത് എനിക്ക് മെസ്സേജ് ഇട്ട് വന്നു. അവർക്കെല്ലാവർക്കും ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.